ഹലോ ഗൈസ്, ഞാൻ പിന്നെയും പെട്ടു കേട്ടോ. അതേണ്ട ഈ വരുന്ന ഉന്തുവണ്ടി ഉണ്ടോ? ആ ചേട്ടനത് എന്നെ തള്ളിക്കൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ടക് 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 ടടക് ടു ടുക് 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 ടുടക് ടു. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെളുപ്പിനെ 5:30 മുതൽ സിസ്റ്റർമാരുടെ തട്ടിലും മുട്ടലും വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2 കൈയിലും മാറി മാറി ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. അൺസഹിക്കബിൾ. ഒരു കയ്യെ മറ്റേ സുനാമണി കുത്തിയിട്ടിരിക്കുന്നു, മറ്റേ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ കലാപരിപാടി. അങ്ങനെ സമയം നോക്കിയിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് തിന്നാനായാൽ മതി എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ അവിടെ ചെന്ന് ഞാൻ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. കാരണം സിസ്റ്റർമാരൊക്കെ കാണേണ്ടതല്ലേ, അവരെ എന്തിനാ വെറുതെ മുഷിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് പതിവിലെ ശീലങ്ങളൊക്കെ മാറ്റി രാവിലെ ഒന്ന് എനിക്ക് പല്ലൊക്കെ തേച്ചേക്കാമെന്ന് വിചാരിച്ചു. പല്ലൊക്കെ തേച്ചു. ആ സമയം കൊണ്ട് അമ്മ പോയി രാവിലെ കഴിക്കാനുള്ള കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ആദ്യമേ തന്നെ പല്ലൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞ് ഒരു ചൂട് പാൽ ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും അമ്മ അടുത്ത കഴിക്കാനുള്ള ഫുഡൊക്കെ തന്നു. അങ്ങനെ ഇടിയപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് വിശാല സുന്ദരമായിട്ട് രാജകീയ ജീവിതം നയിച്ച് വെറുതെ ഇരിക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോഴത്തേക്കും അടുത്ത ഇഞ്ചക്ഷൻ ഉള്ളതൊക്കെ വരുവേ. കാരണം രാവിലത്തെ ബ്ലഡ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും നെക്സ്റ്റ് ട്രിപ്പ് സിസ്റ്റർമാർ വരും. പിന്നെ തീറ്റയൊക്കെ കഴിഞ്ഞ് നേരെ പോയിന്ന് കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വീട്ടിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും മണമടിച്ച് കയറുന്നൊരു സ്പ്രേയും ഒപ്പം തന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആഘോഷം. ഇതൊന്നും ചെയ്യാത്തേയും ഇടാത്തേയും എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലാണ് കേട്ടോ. പലർക്കും ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കഞ്ഞി കുടിക്കാൻ, പക്ഷേ എനിക്കതില്ലാണ്ട് ഇറങ്ങില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ക്രീമൊക്കെ വാരിപ്പൊത്തി കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് അമ്മയോട് കുറേ കത്തിയൊക്കെ അടിച്ച് അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ എൻ്റെ പൊന്നു കൊച്ചായി ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ വാരിപ്പൊത്തുന്നതെന്ന്. പക്ഷേ എന്നാലും ഇതൊന്നും ഇടാതെ എനിക്കൊരു മനസ്സുഖമില്ലെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ നീയൊക്കെ എന്തെങ്കിലും കാണിക്കുന്നുള്ളൊരു മൈൻഡായി അമ്മ. കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താഴത്തെ ലേബർ റൂമിൽ പോയി കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നോക്കണമായിരുന്നു കേട്ടോ. അപ്പം അനക്കമൊക്കെ നോക്കിയിട്ട് തിരിച്ച് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉന്തുവണ്ടി തന്നെ ചേരണം. കാരണം തീരെ നടക്കാൻ പാടില്ല, ബെഡ് റെസ്റ്റാണ് 2 വീക്സ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു എന്തായാലും താഴെ വരെ നടക്കേണ്ട, ഉന്തുവണ്ടി കൊണ്ടുവിടുമെന്ന്. അങ്ങനെ അനക്കം നോക്കലും കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 12 മണിയായപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ പോയി കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടോ. ഞങ്ങൾ തൊട്ട് താഴെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഈ സെയിം കറിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ വൈകിട്ടും. അപ്പോൾ വൈകിട്ടത്തെ തീറ്റയും കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു, ഒരു പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വേഗം കയറി കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. നല്ലതുപോലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കുപ്പിവെള്ളമൊക്കെ വായിലേക്ക് കമത്തി. അവസാനം വെള്ളമൊക്കെ കുടിച്ച് അനങ്ങാൻ പറ്റാണ്ടായി. ഇതേണ്ടേ കൈയൊക്കെ ആണെങ്കിൽ മരച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. കട്ടുകിഴപ്പ് അനക്കാൻ പറ്റുന്നില്ല. സിസ്റ്റർ പറഞ്ഞു മിണ്ടണ്ട, അനക്കാതെ വെച്ചോളാൻ. അങ്ങനെ അനക്കാതെ വെച്ചിരുന്ന് ഞാനിതാ സ്ലീപ്പാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.